ഹലോ, എല്ലാവർക്കും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോരും മുൻപ് സീരിയലിൽ നല്ല ഭയങ്കരമായിട്ടുള്ള നല്ല നമ്മുടെ വൈജയന്തിയുടെ ഇനി വരാനിരിക്കുന്ന പുതുതായിട്ട്, അതായത് ഇത്രയും നാളും വർഷങ്ങളായിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന പല സംഭവങ്ങളും ബാലചന്ദ്രൻ്റെ ചെവിയിൽ എത്തുകയും, അപ്പോൾ ഇനി തുടർന്ന് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നമ്മുടെ മഴതോരും മുൻപേൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന ഒരു സീനെന്ന് പറയുന്നത് നമ്മുടെ മനു എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ കൃഷ്ണരാജ കുട്ടി ഉണ്ടാവുമല്ലോ, എൻ്റെ ബാലേന്ദ്രൻ അങ്കിളിനെ ഞാനെന്നാ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ അവർക്ക് പോവാം. ഇനി എന്നിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ നന്നായിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി, നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് നന്നായിട്ട് പോവാമെന്ന് മനു പറയുന്നുണ്ട്. എന്നിട്ട് പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനു ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ഫീലിങ്സാണ്. കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞ് അലീനയുടെ വായിൽ നിന്ന് തന്നെ എന്താണ് നടന്ന സംഭവം എന്നുള്ളത് അറിഞ്ഞിട്ട് ബാലചന്ദ്രനെ സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. മനുവിനും ഇതറിയുമോ എന്നുള്ളതൊക്കെ കുറേ ചിന്തകളാണ് ബാലചന്ദ്രനെ അലട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ മനു പോവാണ്. അത് കഴിഞ്ഞ് ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം. നമ്മുടെ ബാലചന്ദ്രൻ കാറിൽ അങ്ങനെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്തും മനസ്സിന് ഒട്ടും തന്നെ ഒരു എന്താ പറയുക, പല കാര്യങ്ങൾ ഓർത്തിട്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ടെൻഷനാണ്. അതായത് ഇത്രയും വർഷം താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഇത്രയും വർഷം തൻ്റെ കൂടെ കഴിഞ്ഞ് 3 മക്കളുടെ അമ്മയായ വൈജയന്തിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നും അതിലുള്ള മകളാണ് നമ്മുടെ അലീന എന്നുള്ളതും അദ്ദേഹത്തിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ പല കാര്യങ്ങളും, അതുമാത്രമല്ല അലീന പറഞ്ഞ കാര്യങ്ങളും ആ കുടുംബത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ അച്ഛന് വേണ്ടി ആ ഒരു സ്ഥാനമാണ് അലീന നമ്മുടെ വൈജയന്തിക്കും ബാലേന്ദ്രനും കൊടുക്കുന്ന, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ എന്നൊക്കെയുള്ള, അതായത് ആ അലീന എന്ന് പറയുന്ന ആ കുട്ടി അപ്പോൾ എത്രത്തോളമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോർത്ത് നമ്മുടെ ബാലചന്ദ്രന് ഒട്ടും ഒരു മാനസികമായിട്ട് പുള്ളിക്ക് ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും പോകാനോ ഉള്ള ഒരു ഇത് വരുന്നില്ല. വല്ലാതായിട്ട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും പെട്ടെന്നൊന്ന് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇതാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനെല്ലാം പുറമെയോ അലീനയ്ക്ക് ഇങ്ങനൊരു സംഭവം വരാൻ കാരണം നമ്മുടെ രോഹിത്തിൻ്റെയും ഹരികൃഷ്ണൻ്റെയും കൂടെ ഭാഗത്തുള്ള ഈ ഒരു ഇതും കൂടെ ആയപ്പോൾ ബാലചന്ദ്രന് ഒട്ടും പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല. കാര്യം അലീന മോള് ആരാണെന്നും രോഹിത്തിൻ്റെയും ബബിതയുടെയും കൃഷ്ണജിയുടെയൊക്കെ ആരാണെന്നുള്ളതും നമ്മുടെ വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്നുള്ളതും എങ്ങനെയായാലും അറിയണം. അങ്ങനെ അവൾ ജീവിക്കണം. ഇത്രയും നാളും അവൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവളുടെ സ്വന്തം ജീവിതം തന്നെ ത്യജിച്ച് ജീവിച്ചൊരു കുട്ടിയാണ്. ഇനിയെങ്കിലും ഒരു സന്തോഷം ആ കുട്ടി അനുഭവിക്കണം എന്നൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കാർ എടുത്തുകൊണ്ട് വീണ്ടും കുറച്ച് നേരം നിർത്തി ഒരു സ്ഥലത്ത് നിന്ന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് പിന്നെ കാറിലോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണജ കുട്ടി ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഹോസ്പിറ്റലിലല്ല, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് തയ്യാറാവുകയാണ്. അപ്പോൾ മേല് കഴുകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി തലയൊക്കെ കുളിച്ചിട്ട് വന്നു. അപ്പോൾ എന്തിനാ തല കുളിച്ച മോളെ, കോൾഡ് പിടിക്കില്ലേന്ന് അലീന പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, ഒരു കുഴപ്പവും വരില്ല. എന്നിട്ട് പറയുന്നുണ്ട് അലീന, മോളെ ആ നനഞ്ഞ ടവൽ വെച്ചിട്ട് ഒന്ന് എങ്ങി തന്നെ, എനിക്കൊന്ന് കൈയൊക്കെ തുടങ്ങണം. അപ്പം കൃഷ്ണജ കുട്ടി തന്നെ അലീനയുടെ കൈയും മുഖമൊക്കെ ഒന്ന് തുടയ്ക്കുമ്പോൾ വലിയ സന്തോഷം. നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ കൃഷ്ണജ മോളെ ചോദിക്കുക. എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചി പോലെയാണ് അലീന ചേച്ചി എന്ന് നമ്മുടെ കൃഷ്ണജ പറയുന്നുണ്ട്. പിന്നെയോ തുടർന്ന് അലീനക്കുട്ടി കൃഷ്ണജ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടത്, ഞാൻ എന്താ ഓർഡർ ചെയ്യേണ്ടത്? അപ്പോൾ പറയും എനിക്ക് നല്ലൊരു മസാല ദോശ. അപ്പോൾ തന്നെ കൃഷ്ണജ ഫോൺ എടുത്തിട്ട് 2 മസാല ദോശ ഇന്ന റൂം നമ്പറിൽ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മുടെ വൈജയന്തി നമ്മുടെ കൃഷ്ണജയനെ വിളിക്കുകയാണ്. നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്, പോയിട്ട് 2 ദിവസമായി, എന്താണ് വീട്ടിലോട്ട് വരുന്നതെന്നുമില്ലേ, നിനക്കൊന്നും പറയാൻ പാടില്ലേ, ബാക്കിയുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് ടെൻഷനൊന്നും അടിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്. ഓഹോ, മോള് വരുന്നില്ല, അല്ലെങ്കിൽ മോളെ ഇത്രയും നേരമായിട്ട് കാണാനില്ല എന്നൊക്കെ ഓർത്തിട്ട് ഇപ്പോഴാണോ അമ്മ വിളിക്കുന്നത്? ഓഹോ, ഇപ്പം വിളിച്ചതായോ കുറ്റമെന്നും പറഞ്ഞു വൈജയന്തി കൃഷ്ണജയുടെ മെക്കിട്ട് കയറുന്നുണ്ട്. നീ ഇങ്ങും വന്നേക്ക്, നിന്നെ കാണിച്ചു തരാം
തരാം. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അമ്മ ചൊറിയാൻ വേണ്ടി വരണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണജ ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് എന്താണ് എന്നുള്ള സൂക്കേട് തന്നെ, അല്ലാണ്ട് എന്താണെന്ന് പറഞ്ഞ് കൃഷ്ണജ ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണജ കുട്ടി റെഡിയായിട്ട് സ്കൂളിലോട്ട് പോവാണ്. പോയി കഴിഞ്ഞ് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഡോക്ടർ റൗണ്ട്സിന് വേണ്ടിയിട്ട് അലീനയുടെ അടുക്ക വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അലീന, ഓക്കെ ആയി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല മാഡം എന്ന് അലീന പറയുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഇന്ന് പോകാവോ എന്ന് അലീന ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ എന്ന് ഡോക്ടർ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഡിസ്ചാർജ് ആക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്ത് പറഞ്ഞു? സാർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നാളെയോ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞോ നമുക്ക് ഡിസ്ചാർജ് ആയി പോകാമെന്ന് പറയുന്നുണ്ട്. ഓ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയാം. എന്നിട്ട് അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് മാഡം ഹോസ്പിറ്റലിൽ വന്നില്ല. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് നീ അവളെ പ്രതീക്ഷിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അലീന പറയുന്നത് പ്രതീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് അവൾ ആഗ്രഹിച്ചു അമ്മ വന്നിരുന്നു എങ്കിൽ, മനസ്സിൽ അവളത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണ് ചില കാര്യങ്ങൾ, അവൾക്ക് നിന്നെ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, നീ അവളെ കൂടുതൽ മനസ്സിലാക്കി, എനിക്കും അതുപോലെ തന്നെ ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ ശ്രദ്ധിച്ച് എന്താണ് സാർ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല, എന്തായാലും ഞാനതത്ര ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. സാർ എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ, അതായത് അവളിൽ ചില കാര്യങ്ങളൊക്കെ ബാലചന്ദ്രന് സംശയം ഉണ്ടെന്ന് ചന്ദ്രൻ വരുത്തി തീർക്കുകയാണ്. അതായത് ബാലചന്ദ്രന് ചില കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്, അത് അലീനയ്ക്കും കൂടെ മനസ്സിലാകട്ടെ എന്ന് കരുതി തന്നെ ചില കാര്യങ്ങൾ അലീനയ്ക്ക് ഫീൽ ചെയ്യാൻ പാകത്തിന് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു പരീക്ഷണം കഴിഞ്ഞു, ഇനിയൊരു വലിയ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് സാർ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാം. അതൊക്കെ എല്ലാം മനസ്സിലായിക്കോളും എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടിയൊക്കെ അലീന ചേച്ചിയെ കാണാൻ വേണ്ടി രേവതിക്കുട്ടിയും അത് നമ്മുടെ എൽസയും പിന്നെ ആരാണ് നമ്മുടെ മാമച്ചനും എല്ലാവരും കൂടെയിട്ട് അലീന കുട്ടീനെ കാണാൻ വേണ്ടി വരുന്നൊരു സീനാണ്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏത് റൂമിലാണ് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ ഹോസ്പിറ്റലിലെത്തി അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് ഇങ്ങനെ കുത്തേറ്റ് വന്ന അലീന എന്ന് പറഞ്ഞാൽ അത് ഏത് റൂമിലാണെന്നൊക്കെ ചോദിച്ച് അവരെങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ ബുക്ക് മാഗസിൻ വായിച്ചുകൊണ്ട് സിറ്റുവേഷനാണ്. അപ്പം രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് സങ്കടമായി, അതുപോലെ രേവതിക്കുട്ടിക്ക് ചേച്ചി അനിയത്തിയും പോലും അവർ അങ്ങനെ കഴിഞ്ഞ് ജീവിച്ചവരല്ലേ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കലും കരച്ചിലും പരാതികളും, എന്നെ ഇന്നലെ അല്ലേ ഇത്രയും ദിവസമായിട്ട് വിളിക്കാൻ തോന്നിയുള്ളൂ, ഇതുവരെയും വിളിച്ചില്ലല്ലോ, ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചു. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്നലീന മോളെ, നിന്നെ വിളിച്ച് കിട്ടാണ്ടായത് തൊട്ട് ഈ നിമിഷം വരെയും ഞങ്ങളെയും കൂടെ ടെൻഷൻ അടുപ്പിച്ച് എവിടെ കൊല്ലലായിരുന്നു. എന്തായാലും മോളെ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് നമ്മുടെ ഗ്രേസമ്മ അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി പറയണ നമ്മുടെ പിന്നെ ആരുടെ ഗ്രേസമ്മയോടും നമ്മുടെ മാമച്ചനോടും പറയുന്ന അങ്കിളെ ഇന്നിവിടെ നമുക്ക് റൂം എടുക്കാം പാലയിൽ, എന്നിട്ട് നമുക്ക് ഒരു ദിവസം നിന്നിട്ട് പോകാം, എനിക്ക് എൻ്റെ ചേച്ചിയുടെ അടുത്ത് കുറച്ച് നേരം ഒരു ദിവസമെങ്കിലും നിന്ന് കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്, അങ്ങനെ ആയല്ലോ. അപ്പം നമ്മുടെ മാമച്ചൻ പറയും ഇവിടെ നിൽക്കാനോ? അപ്പോൾ ഗ്രേസമ്മ പറയാം നമുക്കൊരു ദിവസം, അവളുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് സഹായിച്ചു കൊടുക്കാമെന്നേ. അങ്ങനെ അവർ ശരി സമ്മതിച്ച് അവരങ്ങനെ അവിടെ റൂമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അവർ ടൗണിൽ ചെന്ന് റൂം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയം രേവതിക്കുട്ടി ഓടി ചെന്നിട്ട് ബാഗ്, അവൾ ജസ്റ്റ് ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാറിൽ നിന്ന് ഡിക്കി തുറന്ന് ആ ബാഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് റൂമിൽ. എന്നിട്ട് റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മൊബൈൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് ഇത് ഏത് മൊബൈലാണ്? അപ്പോൾ പറയുന്നുണ്ട് ഇത് നമ്മുടെ ഗ്രേസമ്മയുടെയാണ്, ഞാനാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അതിൽ ബാലേന്ദ്രൻ സാറിൻ്റെ
നമ്പർ തരാൻ പറഞ്ഞിട്ട് അതിൽ ബാലേന്ദ്രൻ സാറിനെ വിളിക്കുകയാണ്. ഞാൻ രേവതി കുട്ടിയാണ് സാറേ, അപ്പോൾ ഞാൻ ഇന്നതുപോലെ ഞങ്ങൾ പാലയിൽ വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, എന്നെ മനസ്സിലായി മോളെ, നമ്മൾ അലീനെ പറഞ്ഞ് എറണാകുളത്ത് കാണാൻ വന്ന അതേ അനിയത്തി കുട്ടിയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം സാറേ. അപ്പോൾ അവർ ഗ്രേസമ്മയും അമ്മച്ചനും അവിടെ ടൗണിൽ റൂം എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ മോളെ, ഒരുപാട് നന്ദി, ആയിക്കോട്ടെ, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട, വേണമെങ്കിൽ പൊക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയാം. ഇല്ല, എനിക്ക് കുഴപ്പമില്ല, അലീന ചീരെടുത്ത് ഞാൻ ഒരു ദിവസമെങ്കിലും നിൽക്കട്ടെ ബാലേന്ദ്രൻ സാറേ എന്ന് പറഞ്ഞിട്ട് ശരി ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനും ഫോൺ വെക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ കൃഷ്ണജ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് ഹോസ്പിറ്റലിൽ എപ്പോഴാണ് പോകുന്നത്? ഞാൻ വരാം ഇന്ന്, നീ 2 ദിവസം നിന്നില്ലേ മോളെ, ഇനിയിപ്പോൾ നീ നിൽക്കണോ? അത് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി അങ്ങോട്ട് ചെല്ലുകയാണ്. അതെ എനിക്ക് ഇവിടെ നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ഒരു വശത്ത്, മോള് മറുവശത്ത്, മനു വേറൊരു വശത്ത്. ഇപ്പോൾ ഇതേ പാലയിന്ന് അവിടെ നിന്ന് കാണാൻ വേണ്ടി മുതലാളിയും ഭാര്യയും പിന്നെ അനിയത്തിക്കുട്ടിയെന്നും പറഞ്ഞൊക്കെ വരുന്നുണ്ട്. ഈ മുതലാളിയൊക്കെ എന്ത് കണ്ടിട്ടാണാവോ അലീനെ കാണാൻ വരുന്നതെന്നും പറഞ്ഞ് ഒരു വല്ലാത്ത സംസാരം വൈജയന്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണജ പറയുന്നുണ്ട്, അമ്മ ഇത്രയും തറയായിട്ട് സംസാരിക്കില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ വായിന്ന് വരുന്നത് എന്തൊക്കെയാണ് വൈജയന്തി? അവൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ, ഈ വീട്ടിൽ വെച്ചല്ലേ അപകടം പറ്റിയത്, അത്രയും ദൂരം ആൾക്കാർ വന്നിട്ടും നീ ഒരു നോക്ക് പോലും കാണാൻ വേണ്ടി പോയില്ല എന്ന് പറയുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ ചില പെരുമാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ബാലചന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയാണെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത് അതല്ല എന്നുള്ള കാര്യം എനിക്കുറപ്പുണ്ട്. ഇനി നിനക്ക് നമ്മുടെ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ്റെ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ്റെ 3 ആമക്കളും ഒരു പെണ്ണും ഉണ്ട്, അതിൽ അവർക്ക് വല്ലതും ഉണ്ടായതാണോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. നീ വൈജയന്തിക്ക് തന്നെ ഉണ്ടായതാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടോ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ആകെ ഷോക്ക്ഡായി പോവാണ്. എൻ്റെ വൈജയന്തി പോയി അവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയിരിക്കുകയാണ്. ബാലചന്ദ്രൻ മേളിലോട്ട് കയറി പോവാണ്. ഒരു കൊള്ളുന്ന രീതിക്ക് ഒരു കുത്തുവാക്ക് പോലെ മനസ്സിലാകാൻ പാകത്തിന് തന്നെയാണ് വൈജയന്തിയോട് ബാലചന്ദ്രൻ ഈ ഒരു കാര്യം ചോദിച്ചത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും നമ്മുടെ അലീനയുടെയും ജീവിതത്തിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ.